നേതൃമാറ്റം വേണമെന്ന് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്ന വിമർശനം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി CPIM സെക്രട്ടേറിയറ്റ്. പിണറായി വിജയനും MV ഗോവിന്ദനും എതിരായ വിമർശനങ്ങൾ ഒഴിവാക്കി. വ്യക്തിപരവും നയപരവുമായ വീഴ്ചകളും മയപ്പെടുത്തി. ആവശ്യമായ തിരുത്ത് സംഘടനയിൽ വരുത്താമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. എന്നാൽ അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, നേരത്തെ നിർഭയമായി എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാം എന്ന തരത്തിൽ പറഞ്ഞു. താഴെത്തട്ടിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ആ തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ മുകളിലേക്കും എത്തിയിട്ടുണ്ട്. അത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേതൃതലത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന തരത്തിലുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ നിന്ന് മയപ്പെടുത്തുകയാണ്. അജുജീഷ്, അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ബ്രാഞ്ച് തൊട്ട് എല്ലാ ഘടകങ്ങളിലും വിശദമായിട്ടുള്ള ചർച്ച നടന്നു. തോൽവിയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ശൈലിയും പെരുമാറ്റവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നൊരു പശ്ചാത്തലം ഉണ്ടായി. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ അത്തരം വിമർശനങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും മയപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പല ഘടകങ്ങളും ഈ ചർച്ച വരുന്ന ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റം വേണം, ഒരു പുനഃസംഘടന എന്ന നിലയിലേക്ക് അത് മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം ഉയർന്നു. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ പല കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു. പക്ഷേ അത്തരം വിമർശനങ്ങളോ ആ രീതിയിലുള്ള നേതൃമാറ്റ കാര്യം ചർച്ച ചെയ്തതോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ നയപരമായി എടുക്കേണ്ട നിലപാടുകളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അത് സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ കീഴ്ഘടകങ്ങളിലെ ചർച്ചകളിൽ നിന്ന് ഉയർന്നു. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത നിലപാടിൽ വലിയ വീഴ്ച നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള വിമർശനം. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിലൊക്കെ അതിലൊരു മയപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റി അക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും അതിൽ തിരുത്തൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നില സ്വീകരിക്കണം, ശക്തമായ നിലപാട് ഇത്തരത്തിലുള്ള വർഗീയ സമീപനമുള്ളവരോട് കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ട് തിരുത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഈ തരത്തിലുള്ള മയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗൗരവത്തെ കുറച്ചു കാണുന്ന നിലയിലേക്ക് പോകരുത് എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യമുയർന്നത്. അത് അനുഭാവപൂർവ്വമാണ് സംസ്ഥാന സെക്രട്ടറി കേട്ടത്. അക്കാര്യത്തിൽ ഒരു പരിശോധന ആവാം, ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്താം എന്നുള്ള നിർദ്ദേശം മറുപടി സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുമുണ്ട്. ഈ കീഴ്ഘടകങ്ങളിലേക്ക് ഈ റിപ്പോർട്ടാണ് ഇനി പോകേണ്ടത്. അടുത്ത റൗണ്ട് ചർച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് കീഴ്ഘടകങ്ങളിൽ ചർച്ച നടക്കുക. അങ്ങനെ പോകേണ്ട റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇല്ലാതെ പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എടുത്തിട്ടുള്ളത്. അതായത് അവർ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിർദ്ദേശിച്ച അല്ലെങ്കിൽ വിമർശിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്താത്ത റിപ്പോർട്ട് അങ്ങനെ കൊണ്ടുപോയി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ ആവശ്യമാണെങ്കിൽ നടത്താം എന്നുള്ള മറുപടി സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുണ്ട്.